നമസ്കാരം. സോഷ്യൽ മീഡിയയിൽ ഭയങ്കര വിവാദം പോഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആസിഫ് അലിയെ ശ്രീ രമേശ് നാരായണൻ ആ, അപമാനിച്ചു എന്ന തരത്തിലുള്ള വാർത്തകൾ ഇന്നലെ പുറത്തു വന്നിരുന്നു. അതിനെ തുടർന്ന് സോഷ്യൽ മീഡിയ സമൂഹ മാധ്യമങ്ങളിൽ മറ്റേ പൊതു ഇടങ്ങളിലൊക്കെ ഇത് ഭയങ്കര ചർച്ചയാവുകയും സംഭവത്തിൽ രമേശ് നാരായണൻ ആസിഫ് അലിയോട് ക്ഷമ പ്രകടിപ്പിക്കുകയും ചെയ്തു. സംഭവിക്കാൻ പാടില്ലാത്ത ചില കാര്യങ്ങളാണ് സംഭവിച്ചത് എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. പൊതുവേദിയിൽ വെച്ച് ആർക്കായാലും ചെറിയ തരത്തിലെങ്കിലും അവഗണന നേരിട്ടാൽ അത് വിഷമകരമായിട്ടുള്ള വസ്തുത തന്നെയാണ്. അത്തരത്തിൽ ആസിഫ് അലിയോട് ചേർന്ന് നിൽക്കുന്നു. ശ്രീ രമേശ് നാരായണൻ പിന്നീട് തൻ്റെ ഭാഗത്തു നിന്ന് വന്ന വീഴ്ചയെക്കുറിച്ച് ബോധവാനാവുകയും അതിനെക്കുറിച്ച് മാധ്യമങ്ങളോട് സംസാരിക്കുകയും ക്ഷമ പറയുകയും ചെയ്തു. രണ്ടിൻ്റെയും പോസിറ്റീവ് വശങ്ങൾ എടുക്കാൻ ആഗ്രഹിക്കുന്നു. അവഗണന നേരിട്ട സമയത്തെല്ലാം വളരെ നല്ല രീതിയിൽ പുഞ്ചിരിച്ച് മറ്റുള്ളവരുടെ യാതൊരു പരിഭവവും കാണിക്കാതെ പെരുമാറിയ ആസിഫ് അലിയുടെ പക്വതയ്ക്ക് തീർച്ചയായിട്ടും ഒരു സല്യൂട്ട്. അദ്ദേഹം കയ്യടി അർഹിക്കുന്നു. മാതൃകാപരമായിട്ടുള്ള പെരുമാറ്റം എന്ന് തന്നെ അതിനെ വിശേഷിപ്പിക്കേണ്ടി വരും. മറ്റൊരു ഭാഗത്ത് ശ്രീ രമേശ് നാരായണനെ ആ സംഭവത്തിൽ വീഴ്ച പറ്റിയെങ്കിലും പിന്നീട് അതിൻ്റെ ഗൗരവം മനസ്സിലാക്കുകയും തൻ്റെ ഭാഗത്തു നിന്ന് വീഴ്ച അദ്ദേഹം ഏറ്റുപറയുകയും ശ്രീമാൻ ആസിഫ് അലിയോട് ക്ഷമാപണം നടത്തുകയും ചെയ്തു. നേരിൽ വിളിച്ചിരുന്നു എന്ന് പറഞ്ഞു. അദ്ദേഹത്തെ ലൈനിൽ ലഭിക്കാത്തത് മൂലം അദ്ദേഹം പരസ്യമായിട്ട് മാധ്യമങ്ങൾക്ക് മുന്നിൽ അദ്ദേഹം ക്ഷമ പറയുകയും ചെയ്തു. ഇതിന്റെ രണ്ടിന്റെയും പോസിറ്റീവ് വശമാണ് ഞാൻ എടുക്കാൻ ആഗ്രഹിക്കുന്നത്. സംഭവിക്കാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് സംഭവിച്ചത്. എന്നിരുന്നാലും മനുഷ്യരാണ്, വീഴ്ചകൾ പറ്റാം. ആ വീഴ്ചകളിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഒരു സമൂഹ മാധ്യമത്തിലെ ഒരു ട്രെൻഡിനെതിരെ സംസാരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ആസിഫ് അലി തീർച്ചയായിട്ടും മലയാളികൾക്ക് ഇഷ്ടപ്പെട്ട വളരെ കഴിവുള്ള പ്രതിഭയുള്ള ഒരു നടനാണെന്ന കാര്യത്തിൽ സംശയമില്ല. അതേപോലെ തന്നെ രമേശ് നാരായണനും ഒട്ടും നിസ്സാരക്കാരനല്ല. അദ്ദേഹം വർഷങ്ങളായിട്ട് മലയാളികൾക്ക് മുന്നിൽ നല്ല പ്രകടനം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്ന സംഗീത സംവിധായകനാണ്. ചില ചെറിയ പരിഭവങ്ങളൊക്കെ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അദ്ദേഹം അത് പറയുകയും ചെയ്തു. സംഘാടകരുടെ ഭാഗത്ത് നിന്ന് സംഭവിച്ചിട്ടുള്ള ചില വീഴ്ചകളെ കുറിച്ച് അദ്ദേഹം പറഞ്ഞു. പക്ഷേ സാഹചര്യങ്ങളാണ്. സംഘാടനം ഒരിക്കലും ഒരു ചെറിയ കാര്യമല്ല. ഒരുപാട് കാര്യങ്ങളുണ്ട്. അവർക്ക് അവരുടേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. ഇത് ആരുടെയും പെർട്ടിക്കുലർ മിസ്റ്റേക്കായി കാണാതെ ഇത് പൊതുവായിട്ടുള്ള ഒരു പരിപാടിയിൽ സംഭവിച്ച ഒരു ചെറിയ പിഴവായിട്ട് മാത്രം കണ്ട് അതിനെ വിടാമായിരുന്നു. പക്ഷേ സംഭവിക്കാനുള്ളതൊക്കെ സംഭവിച്ചു. പോസിറ്റീവായിട്ടുള്ള വശങ്ങൾ കാണുക. തീർച്ചയായിട്ടും ആസിഫ് അലി അതിലെ സ്വീകരിച്ച നിലപാട്, അദ്ദേഹത്തിന്റെ ആ മനോഹരമായിട്ടുള്ള പുഞ്ചിരി, അത് വളരെ പോസിറ്റീവായിട്ട് നമുക്കുള്ളിലേക്ക് എടുക്കാം. പിന്നീട് രമേശ് നാരായണൻ തൻ്റെ തെറ്റിനെ മാപ്പ് പറഞ്ഞത് വളരെ മാതൃകപരമായിട്ടുള്ള നിലപാട് തന്നെയാണ്. എനിക്ക് തോന്നുന്നു സംഭവിച്ച തെറ്റിനെ മാപ്പ് പറയുമ്പോഴാണ് ഒരാളുടെ ഔന്നത്യം നമ്മൾ മനസ്സിലാക്കുന്നത്. തീർച്ചയായിട്ടും അത്തരത്തിൽ മാപ്പ് പ്രകടിപ്പിച്ച രമേശ് നാരായണന്റെ നടപടി നമ്മൾ സ്വാഗതം ചെയ്യേണ്ടതാണ്. തുടർന്ന് സമൂഹ മാധ്യമങ്ങൾ ഇപ്പോഴും അവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ സംഭവിച്ചതിന് ശേഷം സമൂഹ മാധ്യമങ്ങളിൽ ഇത് വളരെ അപകടകരമായിട്ടുള്ള രീതിയിൽ വർഗീയതയിലേക്കും ജാതിയിലേക്കും മതത്തിലേക്കും ഒക്കെ ആളുകൾ ഇതിനെ വലിച്ചു കിട്ടുന്നത് കണ്ടു. പൊളിറ്റിക്സ് ഇതിൻ്റെ ഉള്ളിൽ കൊണ്ടുവരുന്നത് കണ്ടു. രണ്ട് വ്യക്തികൾ തമ്മിലായിട്ടുള്ള പ്രശ്നമായിട്ട് കാണുന്നതിനേക്കാൾ ഇത് വേറൊരു രീതിയിൽ പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വിഭാഗം സമൂഹ മാധ്യമങ്ങളിലും സമൂഹത്തിലും ഉള്ളതായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചു. അത്തരക്കാരെ നമ്മൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കണം, അവരെ ഒറ്റപ്പെടുത്തണം. ഇത് ചില ചെറിയ തെറ്റിദ്ധാരണകൾ അല്ലെങ്കിൽ ചെറിയ ഏതൊരു മനുഷ്യൻ്റെയും ഉള്ളിലുള്ള ചില പ്രശ്നങ്ങൾ മൂലം സംഭവിച്ച കാര്യങ്ങളാണ്. ഇത് മതപരമായിട്ടോ വർഗീയപരമായിട്ടോ അല്ലെങ്കിൽ പാർട്ടി പരമായിട്ടോ ഒക്കെ വളച്ചൊടിക്കുമ്പോൾ നിങ്ങളൊന്ന് ആലോചിക്കണം. നിങ്ങൾ ആ രണ്ട് വ്യക്തികൾ തമ്മിലുള്ള പ്രശ്നത്തിൽ ഒരു നാടിനെ മൊത്തം അതിലേക്ക് വലിച്ചിഴക്കുകയാണ്. അപ്പം അത്തരം പ്രവണതകൾ ഒട്ടും പ്രോത്സാഹിപ്പിക്കേണ്ടതല്ല. അത് കാണുന്ന ആളുകൾ ബുദ്ധിപരമായിട്ട് ഇത്തരം കാര്യങ്ങൾ വിലയിരുത്തണം. ഇപ്പം നിലവിൽ ആ ഒരു വിവാദം കെട്ടടങ്ങിയ ഒരവസ്ഥയിലേക്ക് പോകേണ്ടതാണ്. ഇപ്പോഴും മറ്റുള്ള കാര്യങ്ങളൊക്കെ അതിലേക്ക് കൊണ്ടുവന്ന് ഈ വിവാദം നിലനിർത്താനായിട്ട് ചിലരെ ബോധപൂർവം ശ്രമിക്കുന്നുണ്ട്. അവരെ തീർച്ചയായിട്ടും ഒറ്റപ്പെടുത്തണം. അതിനുള്ള വിവേകം പൊതുസമൂഹം കാണിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. താങ്ക് യു.